ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഒരു നല്ല ഉള്ളിത്തീയലിൻ്റെ റെസിപ്പിയാണ്. ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പം ഞാൻ ആദ്യം തന്നെ ഇവിടെ തീയലിന് ആവശ്യമായിട്ടുള്ള പുളി ഒന്ന് വെള്ളത്തിലിട്ട് വെക്കുകയാണ്. ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് ചൂടുവെള്ളം ചേർത്ത് ഒന്ന് കുതിരാനായിട്ട് മാറ്റി വെക്കുകയാണ്. ഇനി ഞാനിവിടെ 2 കപ്പ് ചിരകിയ തേങ്ങ എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 കപ്പ് ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഒരുപാട് വലുപ്പമുള്ള ചെറിയ ഉള്ളിയൊക്കെ 1-2 കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുള്ളതാണ്. ഒരു മീഡിയം വലുപ്പത്തിൽ അല്ലെങ്കിൽ ചെറുതൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ആദ്യം തന്നെ നമ്മൾ തേങ്ങ ഒന്ന് വറുത്തിട്ടെടുക്കാം. അതിനുവേണ്ടി ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ കുറച്ച് എണ്ണ മാത്രം ഉപയോഗിച്ചിട്ട് തേങ്ങ വറക്കുന്നുള്ളൂ. 1 ടീസ്പൂൺ മാത്രം വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ ചിരകി മാറ്റി വെച്ചിട്ടുള്ള തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തിട്ടെടുക്കാം. നമ്മൾ തേങ്ങ വറുത്തെടുക്കുന്ന സമയത്ത് തേങ്ങ ചിരകിയതിന് ശേഷം ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് ചെറുതായിട്ടൊന്ന് അടിച്ചു കൊടുത്താൽ എല്ലാം ഒരേ വലുപ്പത്തിലായിട്ടുള്ള തേങ്ങയായിട്ട് നമുക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ നമുക്ക് വറുത്തെടുക്കുമ്പോൾ എല്ലാ ഭാഗങ്ങളും ഒരുപോലെ തന്നെ മൂത്ത് കിട്ടും. ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വറുത്ത് കൊടുക്കാം. ഇടയ്ക്കൊക്കെ ഒന്ന് തീ കൂട്ടി കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിഭാഗം കരിഞ്ഞു പോകും കേട്ടോ. ഇപ്പൊ ഇതാ നമ്മുടെ തേങ്ങയൊക്കെ നന്നായിട്ട് കളർ മാറി നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഗ്യാസ് ഓഫ് ചെയ്തിട്ടാണ് പൊടികൾ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 2 ടീസ്പൂൺ മുളക് പൊടിയും അതുപോലെ തന്നെ 3 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി പൊടികൾ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഞാനിവിടെ ഇരുമ്പ് ചട്ടിയിലാണ് തേങ്ങ വറക്കുന്നത്, അതുകൊണ്ട് തന്നെ ചൂട് നന്നായിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് പൊടികൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് മിക്സിയിലിട്ടൊന്ന് അരച്ചിട്ടെടുക്കാം. ഞാനിതവിടെ ഒട്ടും വെള്ളം ചേർക്കാതെയാണ് തേങ്ങ അരച്ചിട്ടുള്ളത്. ആ തേങ്ങയിൽ നിന്നുള്ള വെളിച്ചെണ്ണ കൊണ്ട് തന്നെ തേങ്ങ നന്നായിട്ട് തന്നെ അരഞ്ഞു കിട്ടിക്കോളും. ഇനി നമുക്ക് ഉള്ളി വഴറ്റി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ആദ്യം തന്നെ വെളിച്ചെണ്ണ ചേർത്തിട്ടല്ല ഉള്ളി വഴറ്റിയെടുക്കുന്നത്. ഉള്ളി ചെറുതായിട്ടൊന്ന് കളർ മാറി വരുന്ന സമയത്താണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നത്. തീ നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉള്ളി വഴറ്റി കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് ഒക്കെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം നമുക്ക്. ഞാനിവിടെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു പച്ചമുളക് 4 മുറിച്ചതും 1/4 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ സമയത്ത് തന്നെ കുറച്ചധികം കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി തീ ലോ ഫ്ലെയിമിലിട്ടതിന് ശേഷം നന്നായിട്ട് ഇതൊരു 2 മിനിറ്റ് വഴറ്റി കൊടുക്കാം നമുക്ക്. ഇപ്പോൾ ഉള്ളി വഴറ്റാൻ തുടങ്ങിയിട്ട് 2 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ കുതിർക്കാനിട്ടിരുന്ന പുളി നന്നായിട്ട് പിഴിഞ്ഞ് അരിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ നമ്മൾ ചേർത്തിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ പുളിവെള്ളം 1 കപ്പാണ് ഉള്ളത്. പുളിവെള്ളം ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം തീ ഹൈ ഫ്ലെയിമിലിട്ട് ഇതുപോലെ നന്നായിട്ട് ഒരു തിള വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി തീ മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് നമ്മുടെ ഉള്ളി നന്നായിട്ടൊന്ന് വെന്ത് വരുന്നത് വരെ നമുക്ക് തിളപ്പിച്ചിട്ടെടുക്കാം. ഇപ്പോൾ വേവ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ചെറിയ ഉള്ളിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നേരത്തെ അരച്ചു മാറ്റി വെച്ചിട്ടുള്ള തേങ്ങയുടെ കൂട്ട് ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൂട്ട് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം നമുക്ക്. ഇനി ഞാനിവിടെ തേങ്ങ അരച്ച അതേ ജാറിലേക്ക് തന്നെ ഒരു 1/4 കപ്പ് ചൂടുവെള്ളം ചേർത്തിട്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി തീ നന്നായിട്ട് കുറച്ച് ലോ ഫ്ലെയിമിലിട്ടതിന് ശേഷം എണ്ണ തെളിഞ്ഞു വരുന്നത് വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. ഈ സമയത്ത് ഉപ്പ് ചെക്ക് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തീയൽ നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം നിങ്ങൾക്ക് കാണാം നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട്. ഇതാണ് തീയലിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. ഇതുപോലെ എണ്ണ തെളിഞ്ഞു വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് കടുക് വറുത്തിടാം. കടുക് വറുത്തിടുന്നത് ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. കടുക് വറുത്തിടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ മാത്രം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുകും 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് അത് ഇതിൻ്റെ മേലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. തേങ്ങയിൽ നിന്ന് തന്നെ ഇറങ്ങി വന്ന ഒരുപാട് വെളിച്ചെണ്ണ ഉണ്ട്. അതുകൊണ്ട് തന്നെ വറുത്തിടുന്ന സമയത്ത് കുറച്ച് മാത്രം എണ്ണ ചേർത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള ഉള്ളി തീയൽ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അഭിപ്രായം കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയണം. നമുക്ക് അടുത്തൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.